വാറ്റുകോക്ക് വീസി ഇല്ലെന്നാ എവിടെ ആളിയാ ഗോകു നിനക്ക് കേട്ടാ ആളിയാ എടുത്തിരുന്നെങ്കിൽ എനിക്കത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അളിയാ ഗോകു ആരാ നിന്റെ അളിയെ അളി നിന്റെ കുണ്ണേ എടാ മോനെ. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാണം ഉണ്ടല്ലോ ആരടാ മാമനാ എടാ ഞാനൊരു കാര്യം മാമനെ എന്തണ്ടിക്കാ എടുത്ത ഇവനെയൊക്കെ ചേട്ടാ രോമൻ ചെയ്ത കഥ പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞോട് ആ കരി ആ പറഞ്ഞോട് സത്യം പറഞ്ഞ ഈകളെ എല്ലാ ദിവസവും വന്നിരുന്ന് കാര്യം ആ ചന്ദ്രൻ എടുക്ക് വലിയ തലവേദനയായി അല്ലെ അതുകൊണ്ടൊന്നല്ല എടുത്തേ അല്ലല്ലേ ഗോകു മെസ്സേജ് ഞാൻ ഗോകു മെസ്സേജ് വിളിയിടുവേ നീ അങ്ങനല്ലേ എന്നെ എടുത്തേ അങ്ങനല്ലേ എന്നെ എടുത്തേ സത്യം പറ എടാ ഞാൻ നല്ല കിടില ഗെയിം പിന്നെ എനിക്ക് അവന്റെ എന്ന് ചന്തയാന്നിരുന്ന് ഡ്രീമർ ഇത് കേട്ട് എനിക്ക് തലവേദന ഞാൻ പിന്നെ എടുത്തു. എടാ പക്ഷെ ഞാൻ ഇന്നൊരു റീൽ കണ്ടു കേട്ടോ, മറ്റേ അല്ലല്ലേ ലൂയ മോനോ അങ്ങനെ അല്ലല്ലോ മോൻ. അവന്റെ ഒരു റീല് കണ്ടപ്പോഴേ അവന്റെ ഒരു റീൽ ഇപ്പം അവൻ മറ്റേ ഈഗിളിന്റെ ഒരു റീൽ ഇപ്പൊ പോസ്റ്റ് ചെയ്തല്ല, അതിനകത്ത് അത് കണ്ടപ്പോഴാണ് മനസ്സിലായേ ഓപ്പർച്യൂണിറ്റി കിട്ടിയാ യൂസ് ചെയ്യണം. ആ ഒറ്റ വള്ളി കയറി പിടിക്കുക, ജീവിതം രക്ഷപ്പെടുന്ന അത്രയും. എന്നെ MRC എടുക്കാൻ എന്താടാ മൈരേ നീ എന്നെ എടുക്കാൻ ചേട്ടാ ഉള്ള കാര്യം പറഞ്ഞ ചേട്ടാ ഭയങ്കര മോശം ഗെയിം പ്ലേ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. എനിക്ക് മോശം ഗെയിം പ്ലേ ആണ്, എനിക്ക് ഫോണിൽ കളിക്കാൻ അറിയത്തില്ലടാ. കളിയാക്കിട്ടുണ്ടല്ലോടാ. ആശൻ കോങ്കറൊക്കെ അടിച്ച് നമ്മള് MRCയിൽ എടുത്തേ. അപ്പൊ ഭയങ്കര കോങ്കറൊക്കെ അല്ലേ ആഹാ നമ്മൾ MRCയിലുള്ള ഒരു ഇവനാണ് എന്തിനാ ഇത് ഒരു ടീമും ഇട്ടിട്ട് അവനെ ഐജിയിലാക്കി അങ്ങ് ഇട്ട് കൊടുത്തട്ടാ. എതിരെ ടീം വരുമ്പോ ഇന്ന് കൈ ഇറക്കുന്നു. ഐജിഎല്ലിനെ കാണുന്നില്ല, ഐജിഎൽ വീട്ടിനകത്തിരിക്കുന്നു. ബാക്കി മൂന്നേരും കാടി. ഞാൻ ഇത് ഐജിയിലായിരുന്നല്ലേ എന്നെ ഐജിയിലാക്കി 2 ദിവസം ഞാൻ തള്ളി കളിച്ച്. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കഴിവില്ലാത്ത ഇവനെയൊക്കെ പിടിച്ച് എന്തിനാന്നോ എനിക്ക് എടുത്ത എനിക്കറിഞ്ഞൂടാ. MRCയിലൊക്കെ ഒരു കഴിവില്ലായിരുന്നു. പഴയ ഹിസ്റ്ററികൾ വേണമെങ്കിൽ ചേട്ടൻ ചെകഞ്ഞ് നോക്കാം. പഴയ ഒരു ഹിസ്റ്ററി ഇല്ല. എനിക്ക് ആദ്യത്തെ കുറച്ച് നാള് കളിക്കാൻ അറിയത്തില്ല, പിന്നെ ഞാൻ കളി പഠിച്ചായിരുന്നു. ചാരമെന്ന് വിചാരിച്ച് ചെകയല്ലേ ചേട്ടാ, ചിലപ്പോ കൈയൊക്കെ പൊള്ളും. ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് ചോദിച്ചപ്പം ഇവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എടാ MRC എടുക്കൂടാന്ന് ചോദിച്ച സമയത്ത് ഈ നാറി എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അളിയാ നീ സ്ക്രീൻഷോട്ട് അയക്കാം. ഞാൻ ചോദിച്ചു എന്തിന്റെ സ്ക്രീൻഷോട്ട്? നിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്ക്രീൻഷോട്ട്. കളിക്കാൻ നൂബാളിലെ നമുക്ക് അറിയണമല്ലോ, ചേട്ടൻ നൂബായിരുന്നു ആ സമയത്ത്. ചേട്ടാ നമ്മൾ കുറച്ച് ഗെയിം പ്ലേ ചേട്ടാ, നമ്മൾ കുറച്ച് ഗെയിം പ്ലേ ഓറിയന്റഡ് റിക്രൂട്ട് എടുക്കുന്ന സമയമായിരുന്നു കേട്ടോ അത്. അല്ലേ ഗോകു പറഞ്ഞു ഞാൻ നിന്റെ പൈസ അല്ല കണ്ടിട്ടുള്ളത്, മനസ്സിലായി? ആ ഒരു ഇതില്ല, ആ ചോദ്യത്തിൽ മനസ്സിലായോ? നിന്റെ പൈസയൊക്കെ എനിക്ക് പുല്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ എടുക്കൂല. എന്തോടാ ചന്ദ്ര ചിരിക്കുന്നേ നീ? എനിക്ക് അതങ്ങ് കൊണ്ടുവരണോ? നൈസായിട്ട് ചോദിച്ചടാ കുറച്ച് കാശ് തരാൻ MRC എടുക്കുമെന്ന്. ഗോകു പറഞ്ഞു പറയല്ലേ ചന്ദ്ര. എടാ ചന്ദ്ര നിന്റെ അണ്ടി പിടിച്ച് ഓടിച്ചോളാം കേട്ടോ ഞാൻ. എടാ നീ ആരാ മാമാ? നീ പബ്ജി കളിച്ചിട്ടുണ്ടോ? ചന്ദ്ര നീ കോമ്പറ്റീറ്റീവ് കളിക്കാറില്ലായിരുന്നു ചന്ദ്ര? ഭയങ്കര മോശം കളിയായിരുന്നു ആ ടീമില് സത്യം പറയാം. ഇല്ല നമ്മുടെ ചേട്ടാ നിങ്ങളുടെ ബ്ലൈൻഡിന്റെ ഈഗിള് ലൈനപ്പിലുണ്ടല്ലോ, നമ്മളെ ടീം എടുത്തിട്ട് ദിവസം അടിക്കുമായിരുന്നു. അവസാനം ഈഗിൾ എനിക്ക് മെസ്സേജ് അളിയായത് ഭയങ്കര ഇത് നിങ്ങളുടെ ടീം നമ്മളെ അങ്ങനെ വിട്ടുകൊടുത്ത സ്ഥാനത്തിലാണ് അവന്റെ കരിയർ ചേഞ്ച് ആയത്. ഒറ്റ കരിയർ ചേഞ്ച് ആയത് ആദ്യത്തെ സംഭവം. ഓക്കെ, രണ്ടാമത്തെ കരിയർ ചേഞ്ച് ആയത് അവൻ പറഞ്ഞ് ടീമിൽ കളിക്കുന്നില്ല, താല്പര്യമില്ലെന്ന്. അപ്പോഴേ നമ്മൾ അവനെ കണ്ടന്റ് ക്രിയേഷനിൽ ഫോക്കസ് ആക്കിയില്ലേ? അതവിടെ തീർന്നു. പിന്നെ ചെറുക്കൻ കയറി പോക്കറ്റായിരുന്നു. അതുപോലാണ് പറയുന്നത്. പക്ഷെ നീ ആ ബ്ലൈൻഡിൽ കയറിയത് ഈഗിൾ പറഞ്ഞിട്ടാ. ഈഗിൾ എന്റെ അടുത്ത് രാവും പകലും വന്ന ചേട്ടാ അവൻ എന്നോട് മറ്റേ പാറപ്പുറത്ത് വന്നിരിക്കുവായിരുന്നു ചേട്ടാ, എന്റെ കൂടെ വെള്ളം കുളിക്കുവായിരുന്നു ചേട്ടാ, അതാ ചേട്ടാ ഇതാട്ടാ. അല്ല പക്ഷേ ബ്ലൈൻഡില് ഈഗിളുടെ സ്ട്രോങ് റെക്കമെൻഡേഷനിലേക്ക് അറിയാട്ടെ, അത് ശരിയാണ്. പക്ഷേ ഗോകുവിന്റെ എന്റെ ഗെയിം പ്ലേയുള്ള ക്രഷ് കാരണമാണ്. ഈഗിൾ അന്ന് പോയില്ലേ, അത് അന്ന് പറഞ്ഞില്ലേ MRC
അന്ന് രാത്രി ഞാൻ ചന്ദ്രത്ത് വെച്ചു, എടാ ചന്ദ്ര നിന്റെ എന്തിനാണ് ഇത് ഒപ്പീനിയൻ? അപ്പൊ ചന്ദ്രൻ, എടാ എന്നെ ഇത്ര ആക്കിയത് MRC ആണ്, അതുകൊണ്ട് ഞാൻ എവിടെ പോകൂടെ, അവിടെ തന്നെ ഉണ്ടെന്ന്. ഈകളെ കേൾക്കുന്നുണ്ടോടാ ഇത്? പിറ്റേന്ന് 12 മണിയായപ്പോ ഞാൻ എടുത്തപ്പോഴേ രാവിലെ 6 മണിക്ക് ഒരു മെസ്സേജ്, അളിയ ഞാൻ ഇറങ്ങുവാണ്, എനിക്ക് ഈഗിളില്ലാണ്ട് പറ്റത്തില്ല. അത് റിയാലിറ്റി പറഞ്ഞ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ്, ആ രാത്രിയുള്ള മീറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഈഗിളുടെ ഒരു വിഷമം കാരണം ഞാൻ ഇറങ്ങി കയ്യിന്ന്. എടാ നീ എന്നിട്ട് ഇറങ്ങിപ്പോയോടാ മെമ്മർസിന്ന്? പിന്നെ ഇറക്കാതെ ചേട്ടാ എന്നിട്ട് ചന്ദ്രനും ഈഗിളും ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരുന്നു, അത് മാറാൻ പറ്റില്ല. ഗുഹേന്ദ്രൻ എന്നിട്ട് ചേട്ടാ നമ്മള് സോറി പറയാൻ വീട്ടിൽ പോയി. അവർക്ക് മൈൻഡ് വില തന്നു അവന്റെ വീട്ടിൽ പോയിട്ട്. നിന്റെ ആരും മൈൻഡ് ചെയ്തില്ല നീ. ചേട്ടാ ഫോൺ ഇട്ടിന് അന്നേ നമുക്ക് തോന്നി അവന്റെ അടുത്ത് പോയിട്ട് അത് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അവന്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഈകൾ കൂടി പോയിട്ടാ. അപ്പൊ ഈകള് പോണെനിക്ക് പറയാണ്, അളി അവൻ ആട്ടും ഉറപ്പാണ്, അവൻ ചെവിട്ടിലടിക്കും. അപ്പൊ ഞാൻ അളിയ അതൊന്നും സീനൊന്നുമില്ല, അടിച്ചാൽ തന്നെ നിന്നെ അടിക്കത്തുള്ളൂ, ഞാൻ നിന്നെ പേടിക്കുന്നത് കുറെ. അങ്ങനെ നമ്മള് പോവാണ് കേട്ടാ. പോയിട്ടുണ്ടല്ലോ അളിയെ കുറ്റി അടിച്ച പോലെ റൂമിന്റെ തിരികെയാണ്, അനക്ക ഒന്നുമില്ല. നമ്മൾ അവിടെ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ റൂം ഫുള്ള് സൈലൻസ് ആയിട്ടാ. അപ്പത്തേക്കും അവന്റെ അമ്മയാണ്, ഗോകുവിന്റെ അമ്മയാണ് കഴിക്കാനൊക്കെ ഫുഡൊക്കെ കൊണ്ടുവച്ച് അവിടെ വെച്ചത് എന്തൊക്കെ. അപ്പൊ അവരെന്നെങ്കിൽ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഗോകു സംസാരിക്കുന്നില്ല, നമ്മളെല്ലാരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് മറ്റേ ഈ മുറുക്കൊക്കെ ചവയ്ക്കുമ്പോ സൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ കറുമുറ സൗണ്ട്, ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഈകളിരുന്ന് തിന്നണ് അവിടെ ഇരുന്ന്. ചേട്ടാ നമ്മള് കാര്യം സംസാരിക്കാറില്ല, ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സംസാരിക്കണം, അങ്ങനെ ഷൈയല്ലേ നമ്മള്, നമുക്ക് എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ആ ഒരു രീതിക്ക് ഒരുത്ത ഓറഞ്ച് മുറുക്കൊക്കെ ഇരുന്ന് തിന്നണ സൈഡിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങണ്. ഞാൻ പറഞ്ഞു, ഞാൻ മോൻ കാണിച്ചിട്ട് കാണിക്കില്ല സംസാരിക്കാന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ആളിയ ഫോൺ കിട്ടി, ഇതാണ് ഫോൺ, ഫോൺ കിട്ടിയല്ലേ, ഇതേത് മോഡലൊക്കെ വെച്ചിട്ട് അത്ര എന്നെ സംസാരിച്ചുള്ളൂ. അവന്റെ വീട്ടിൽ പോയിട്ട് ആകെപ്പാടെ സംസാരിച്ച അത്രേ ഉള്ളൂ ഫോണിന്റെ കാര്യം. പിന്നെ ഞാൻ നിന്നെ പിടിച്ചൊരു ഉമ്മ തരാൻ അവൻ ചെയ്യുന്നതല്ല, നിന്നെ എടുത്തിട്ട് കളിക്കാൻ. ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടാടാ, കോൾ കണക്ട് ആയില്ല. പറഞ്ഞ കൂടി ഞാൻ നല്ല തെറി വിളിക്കും. ഞാൻ വാലറന്റെ കേടി അയക്കടാ നീ. നാളെ അങ്ങനെ ചിരിച്ചേ. എടാ ചന്ദ്ര നീ 1v1 കളിക്കുന്നുണ്ടോടാ? ചേട്ടാ ഇതില്ല, നമ്മള് ലോക്കൽ പ്ലേസിന്റെ കളി ഇറത്തി. അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വാ. ചേട്ടാ ഇതില് ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും, ചേട്ടൻ എന്തായാലും തോക്കും. ചേട്ടാ ഇത് ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും, ചേട്ടൻ തോക്കും. എടാ നീ വാടാ നീ. ഇല്ല ചേട്ടാ എനിക്ക് അളിയ ഗോകു ആർക്കും കളിക്കാൻ തുടങ്ങിയല്ലേ നീ? 39 മണിക്കൂർ നീ കളിച്ച ഇന്നലെ കണ്ട. ഞാൻ ഇന്നലെ ആർക്കും ഇങ്ങനെ ഇത് നോക്കിയപ്പോഴത്തേക്കും ഒരേ ഒരാളെ ഭയങ്കര ഇതാടാ, ഭയങ്കര റിപ്പറ്റീറ്റീവ്നെസ് അതിന്. എടാ ചന്ദ്ര സീരിയസ്ലി ചോദിക്കോ വരുന്നോ? ചേട്ടാ വാലറന്റ് ആണോ? ചന്ദ്ര എതിരെ വരുന്ന എനിമീസിനുണ്ടല്ലോ, അവനെയൊക്കെ 1 ടാപ്പ് ചെയ്ത് കൊല്ലോട്ടായി ജോക്കി. അതിലുള്ള ബോട്ടുണ്ടല്ലോ ഇവരെടുത്ത് പണ്ണു. ബോട്ടിനെ കൊല്ലാൻ പറ്റത്തില്ല, ആൾക്കാരൊക്കെ 1 ടാപ്പ് ഒക്കെ കൊല്ലും. നല്ല അല്ല ഗൈസ്, സത്യം പറയും ശരത്തേട്ടനൊക്കെ നമ്മൾ അത്ര ഇതായിട്ട് കാണുന്ന ഒരാളാണ്. അവരൊക്കെ എനിക്ക് ലൈവില് 12,000 പേര് ശരത്തേട്ടൻ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ തോപ്പിക്കാൻ തോപ്പിക്കുന്ന ഷോക്കാണ് താങ്ങാൻ പറ്റില്ല. ഇതിപ്പോ അളെ ഗോകു നല്ല കാര്യം കേട്ടോ, ഞാൻ കണ്ട സോറി ഉണ്ട്. ഇല്ല എനിക്ക് ചന്ദ്രനിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഇതാണ് ജിം. അത് ചന്ദ്രൻ കാരണമാണ് ഞാൻ ഇതായത്. ചേട്ടാ ഇത് തോറ്റാലും നാളെ കളിക്കാം, നാളെ ലൈവ് ഇടണേ. കാരണം ഇത് എന്തായാലും ഷൂറാണ് ചേട്ടാ തോക്കുന്നത്. അപ്പൊ എന്താ നാളെ ലൈവ് ഇടണേ, കാരണം ഇത് വിഷമത്തിൽ പോവല്ലേ, അതേ എനിക്ക് പറയാം. ഇത് തോക്കുന്ന ആള്
നീ ചന്ദ്രനും ജോക്കി ഇതിൽ തോക്കുന്ന ആള് എതിരെ ഇപ്പൊ ചന്ദ്രൻ ജയിച്ചാ ജോക്കി ചന്ദ്രനെ അച്ഛാന്ന് വിളിക്കണം, ജോക്കി ജയിച്ചാ ചന്ദ്രൻ ജോക്കിനെ അച്ഛാന്ന് വിളിക്കണം. ഞാൻ അച്ഛാന്ന് വിളിക്കുന്നില്ല, പോടാ മേരെ. ചേട്ടാ അങ്ങനെ ഒന്നും വിളിക്കണ്ട, എന്നെ ഡാഡി എന്ന് വിളിച്ചേ. ഇംഗ്ലീഷാണ് താല്പര്യം അത്. ചേട്ടൻ റൂം ഇട്. ഞാനൊന്ന് കേറട്ടാ പോയി ആദ്യം. സ്ക്രിമിഷ് കളിക്കുന്ന ജെറിൻ തോമസ് താങ്ക് യു ഫോർ മെമ്പർഷിപ്പ് മോനെ. അല്ല ഞാൻ ഡീല് പറയട്ടെ ചേട്ടാ, എനിക്ക് ബണ്ടിൽ വാങ്ങിച്ചു തരണം. എടാ എന്റെ ഈ ബണ്ടില് വാങ്ങിക്കാൻ പോയിട്ട് രാത്രി ആരും വാങ്ങിക്കാൻ പൈസ അക്കൗണ്ടിൽ ഇല്ല. എന്നാ ചേട്ടാ എനിക്ക് തരണം. ഞാൻ ഉറപ്പായിട്ട് നിനക്ക് തരാം. നീ ഒന്നും വിചാരിക്കണ്ട, നീ ഒന്നും വിചാരിക്കേണ്ട പോലെ ഞാൻ നിനക്ക് തരാം. ഒരു മടിയില്ല എനിക്ക്, ഞാൻ തരാം. കൊടുപ്പാ എപ്പോഴാന്ന് പറഞ്ഞാ ഞാൻ തരാം. ഇഷ്ടപ്പെട്ടോ എന്റെ ഫാന്റെ ഗ്ലിച്ച് പോപ്പ് ഫാന്റെ എക്സ് വാൻഡല് എല്ലാം കണ്ട, എല്ലാ അപ്ഗ്രേഡ് സ്കിന്ന്. ഇത് EX വാൻഡിൽ വാങ്ങിച്ചാ ഞാൻ ഇമോട്ടിൽ അടിക്കാം. EX വാൻഡിൽ വാങ്ങിച്ചു ഞാൻ ഇമോട്ടിൽ അടിക്കാളിയാ. നീ വാടക നിന്നെ കുറെ നേരമായിട്ട് വിളിക്കുന്നു ഞാൻ. എവിടെ ജോയിൻ പാർട്ടി മാമ പ്രാർത്ഥിക്കണേടാ. ഇന്നലത്തെ കളി വെച്ചാണ് ഈ ചന്ദ്രയായിരിക്കും. പിള്ളേർക്ക് ലൈവ് ഇട്ട് കൊടുക്കണേ. എടാ ഇത് ഏതായിരുന്നു മാപ്പ്? ഇത് 1v1 കളിക്കാൻ പറ്റിയ മാപ്പ് ഏതായിരുന്നു ചേട്ടാ? ഇതെന്താ സ്ക്രിമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം? സ്ക്രിമിഷ് എന്ന് പറഞ്ഞാൽ 1v1 കളിക്കാൻ പറ്റുന്ന സാധനം. ജോക്കി ഇത് എബിലിറ്റീസ് എടുത്തോ? എബിലിറ്റീസ് ഇല്ലടാ പൊട്ട അതിനകത്ത്. ഓണാക്കാൻ പറ്റും, ഡീഫോൾട്ട് ഓഫ് ആണ്. അല്ല ചേട്ടാ യൂസ് ചെയ്തോ, എനിക്ക് ഐ ഡോണ്ട് കെയർ. അടിച്ച് തോലയ്ക്ക് തോന്നട്ടോ. അല്ല ചേട്ടാ ഇനി എന്നെ ഗോഡെന്ന് വിളിക്കാവുന്ന. ഓക്കെ ചേട്ടനെ ഗോഡെന്ന് വിളിക്കത്തുള്ള. തിരിച്ചു അതുപോലെ വിളിക്കണേ. പിന്നെ ചേട്ടാ ഇനി എന്റെ ചാറ്റിൽ ഏത് കണ്ണാടാ ചന്ദ്ര? പിന്നെ ചേട്ടാ പണിഷ്മെന്റ് ആയിട്ട് ചേട്ടാ എന്റെ ചാറ്റ് വന്നു ഞാൻ തീട്ടത്തിന്റെ സിമ്പിൾ പിള്ളേരെ എടുത്തുള്ളൂ. പിന്നെ ആ ഊമ്പിത്തരൊക്കെ പറഞ്ഞോണ്ടല്ലോ ചേട്ടാ. ഇതാണ് പ്രിലോഡ്. ഗോഡെന്ന് വിളിക്കാം. പ്രിലൂഡ് ഏതാ ഗണ്ണ് ഏതാ? പ്രിലൂഡ് ചേട്ടാ. പ്രിലൂഡോ? ടർഫ് നാളെ അങ്ങനെ ആദ്യത്തെ സ്കോറുമായിട്ട് സംസാരി കളിച്ചിരുന്നെങ്കിൽ എന്റെ BP കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. തല പോയല്ലോടാ, ഒന്ന് കാണിക്കടാ. നീ പുല്ലാടാന്ന് പറഞ്ഞോണ്ട് ജോക്കി തിരിച്ചെത്തി ഒരു കഴിയുമ്പോ മാത്രം മതി. നീ ഹൈറ്റില്ല എത്രാന്ന് പറഞ്ഞുകൊണ്ട് ജോക്കിയുടെ രണ്ടാമത്തെ സ്കോർ. മഞ്ഞ സൂപ്പർ ചാറ്റ് ചെയ്ത് എന്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ടോ കേട്ടോ. എടാ ഒന്ന് വന്ന് പീക്ക് എടാ ഒന്ന്. Thank you so much for that 200 rupees super chat. എടാ ആരാടാ ഇതൊക്കെ? എന്തുവാടാ ഇതൊക്കെ? ഓ വേറെ കണ്ടില്ല. സോറി അറിയത്തില്ല കേട്ടോ. എടാ നിങ്ങള് എത്ര സ്കോറിന് കളിക്കുന്ന? 15. എടാ അത് കൂട്ടത്തില്ല കേട്ടോടാ ചന്ദ്ര. അത് ഇല്ലടാ അവരത് ചേട്ടവേടെങ്കിൽ ഒരു ഷോട്ട് വിളിച്ച് കളിച്ചോ. ആദ്യം 30 അടിക്കുന്നവർക്കാണ്. ആദ്യം 30 അടിക്കണം. എടാ എനിക്ക് കൈ ഉറക്കുന്നതാ. നീ കുറെ നാളെ ലൈവ് കളിച്ചിട്ട്. അത്രേ ഉള്ളൂ. ഞാനാ ചേട്ടാ കളിക്കാറേ ഇല്ല. മനസ്സിലായില്ലേ? കളിക്കാറേ ഇല്ല. ഡെയിലി മെന്നിയൻ്റെ ഡെയിലി കളിക്കുന്ന കണ്ടിട്ടുള്ളൂ. ഡെയിലി മാത്രം വെച്ച് കഴിക്കുന്നവരാവസ്ഥ. എടാ ഈ സംഭവം ഉണ്ടല്ലോ, ഹെഡ്ഫോൺ ഇല്ലാതെ കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാമായിട്ട് കളിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട്.
ചത്ത് മലക്കാർ അടിയാക്കേ. ഹെഡ്ഫോണെന്ന് അല്ലെങ്കിൽ ഒരു കാര്യമില്ല പക്ഷെ നമ്മള് തോക്കാറാകുമ്പോ എല്ലാരും പറയുന്ന എക്സ്ക്യൂസ് ഒക്കെ. ഞാൻ പറഞ്ഞ ഹെഡ്ഫോൺ വെക്കണം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. എന്ത് ജോക്കിനാണ് സംസാരിക്കാത്ത ജോക്കി. ഞാൻ ലോക്ക് ചെയ്യും. സൗണ്ട് കേട്ടില്ലടാ. എടാ 5-5 ആണ് ആക്ച്വലി. കാറ്റടിക്കുന്നടാ ബോബേ. ഇടയില് ഒരു പോയിന്റ് കാര്യമില്ലടാ. ഒരു പോയിന്റ് കാര്യമില്ല. ഒറ്റ പോയിന്റ് 5 ആയിട്ടുള്ളടാ. ഒറ്റ പോയിന്റ് കേട്ട് കളിക്കണ്ടോ. ഒറ്റ പോയിന്റ് കേട്ട് കളിക്കല്ലേ ഇങ്ങനെ. ഫസ്റ്റ് 30-നാണ്. അറിയാതെ തന്നെയാടാ. എടാ ഇപ്പഴ 6 ആയിട്ടുള്ളൂ സത്യം പറഞ്ഞ. എടാ ഇതൊന്നും വരുന്നില്ലടാ. ഇതൊന്നും അത് വരത്തില്ല. അത് കളി നോക്കാൻ വരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കളിയില്. അത് നല്ല ഇല്ലടാ ഒറ്റ കളിയേ ഉള്ളൂ. ഒറ്റ കളിയാണ്. എടാ ബെസ്റ്റ് ഓഫ് 3 ഒക്കെ വെക്കണോടാ. എടാ ഇത് 10 തീരൂടാ. ഇത് കുഴപ്പമില്ല. തോറ്റു. ആദ്യം 30 അടിക്കുന്നത്. അടിക്കുന്നവരാ. അതായത് 3 കളി കാണാം. 3 കളി കാണാം. ഗോകു തോറ്റേട്ടാ. ഇത് ഞാൻ ഫസ്റ്റ് കളി തോറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പോരാ. 10 പോരാ. ഭയങ്കര കുറവാടാ. 10 കില്ലൊക്കെ. ചാറ്റിലൊരു തീ ഒരു ഓളം പോരാ. തീയൊക്കെ കത്തട്ടങ്ങട്ടെ ചിരിക്കുന്ന ആൾക്കാര്. എന്റെ പൊന്നെ എന്താ ജഡ്ജ് ഒന്നായിട്ട് ചർച്ചയുടെ ചാറ്റായിരിക്കും കണ്ടത്. ജഡ്ജ് ഒന്നും എടുത്തോണ്ട് വരരുത്. നമ്മുടെ പുതിയ കീബോർഡാണ്. അതാണ് ചന്ദ്രന്റെ ആണോ കരിമ്പിളി 5 ദിവസം വരായിരുന്നപ്പോ ചേട്ടൻ മോഡറേറ്റർ എന്നൊക്കെ എടുത്ത് കളഞ്ഞ കേട്ടോ. മോനെ ഇവിടെ അംഗം നടക്കോടാ. ഇവനായിട്ടൊക്കെ തോറ്റു കഴിഞ്ഞാ ഉണ്ടല്ലോ. ചേട്ടാ ഷെഡി ഒരു മൂത്തിട്ട് കിടക്കേണ്ടി വരും. ഇവൻ എവിടെടാ? ഇവൻ അനങ്ങുന്നില്ലടാ. ഇവൻ അനങ്ങുന്ന ഒരാള്. നിന്റെ കരിമ്പുലിയൊക്കെ കാണിച്ചു ആൾക്കാർ പേടിച്ച. ചില കളിയൊക്കെ നമ്മളെ കൊടുക്കണം. എന്നാലേ ഫീൽ ആവണം. നല്ല കൊടുക്കൂല്ലേ നിനക്ക് തരും. കൊടുത്തേന്ന് അത് വേണ്ടായിരുന്നോ? അത് റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ. നമ്മളടിക്ക് മുന്നേ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കോൺഫിഡൻസ് എന്താ? ഇവൻ എങ്ങനെ വൃത്തിയായിട്ട് അടിക്കുന്നതിന്റെ എത്ര ഹോട്ട്സാ മോണിറ്റർ? എന്റെ മോണിറ്ററൊക്കെ 240 ഹെർട്സാ. അതും റീസൺ പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഉണ്ട്, നമ്മളുണ്ട് ചേട്ടാ. അടിച്ചാ മതി ചേട്ടൻ. ബാക്കി നമ്മളേറ്റ് ഇങ്ങോട്ടെന്ത് വെടി വെച്ചാ മതി. നല്ല അടിയടാ. വൃത്തിയായിട്ട് നല്ല അടി. ചീത്താടി കാണുന്നുണ്ടോ നീ? ഹെഡില് മാത്രം അടിക്കാറുള്ള. ഹെഡ് മാത്രമേ അടിക്കാറുള്ളൂ. നാളെ
എന്റെ ദൈവമേ 42 142 അത്. ഡോക്ടർ താങ്ക് യു ഫോർ ദി മെമ്പർഷിപ്പ് ഔട്ടാ. അത് പുതിയ ആടോ ഇറങ്ങിയത് പുതിയ ആടോ. പുതിയാടോ ഇപ്പൊ തോപ്പ് ചെയ്യാ. എവിടെ കൂടി കേറി വന്നു? ഇന്ന് വിളിത്താൽ നാളെ മുളയ്ക്കും മതി നീ മറക്കാതെ. എനിക്കത് അടിക്കാൻ പറ്റുന്നില്ല. കളിയൊക്കെ ഇല്ല. മതി ചേട്ടാ. 7 പോയിന്റ് ഒക്കെ ധാരാളം കേട്ടോ. നേരെ ഭയങ്കര പോയിന്റ് തോറ്റൊപ്പിച്ച് എനിക്ക് റിഗ്രഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 7 പോയിന്റ് ഒക്കെ ഓക്കെയാണ്. ഇനഫ്. അല്ല മതിയേട്ടാ 7 പോയിന്റ് ഒക്കെ ഇനഫ്. പിടിക്കണം. എടാ അളിയ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അളിയാ. അത് കൊള്ളാം. അളിയ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അളിയാ. പറ്റൂടാ. അലിൻ ജോസ് പെരേര ഇവിടെ റീൽ ചെയ്യുന്ന പിന്നല്ലേ. നിങ്ങളെ ഭയങ്കര സംസാരായിരുന്നു. അത് സംസാരിച്ച് കളിച്ചാൽ എനിക്ക് ഫുഡ് ആയിട്ടില്ലേ? അത് അലിൻ ജോസ് പെരേര ഇവിടെ റീൽ ചെയ്യുന്ന മ്യൂട്ടേടാ. നീ മ്യൂട്ടേഡ് കളിടാ. നീ കളി നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറയാ. നീ ആയി അങ്ങനെ പറഞ്ഞു കൊടുത്തേ. രണ്ട് സ്കോർ അടിച്ച് ഡ്രീമർ ജയിക്കുമ്പോ അത് ഒരു സ്കോർ എടുത്ത് അടുത്ത കളിയോട്ട് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഗൈസ്. രണ്ടുപേരും കൂടെ ഫൈറ്റിലാണ്. ജോക്കി അടിക്കുന്നു, ഡ്രീമർ അടിക്കുന്നു, ജോക്കി അടിക്കുന്നു. അറിയാനുള്ള നടക്കാൻ പോകുന്നത് കാണികളെ. കാണികളെ നിങ്ങൾ ഇത് കാണുവിൻ. ഫൈനൽ മാച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആര് ജയിക്കും? ചേട്ടാ വേണമെങ്കിൽ ചേട്ടന്റെ മെയിൻ മെയിൻ കണ്ടായിട്ട് ഓപ്പറേറ്റർ എടുത്തോട്ടെ. എനിക്ക് കുഴപ്പമില്ല. വേണ്ട നീ എടുക്കല്ലോ കേട്ടോ. അവതാരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലോ ഓപ്പറെടുക്കില്ല. നീ ഓപ്പെടുത്തവന് ഷോട്ട് എടുക്കാനാണ്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങ് വാനിൽ അടിച്ചത്. അടുത്ത് വരെ നടന്നു വന്നിട്ടേ ഷോട്ടിങ്ങനെ ഇട്ടൊരു പേടി. നാണം ഉണ്ടോടാ നിനക്ക്? നാണം ചന്ദ്രാ cheer for me. പറന്നടിക്കും ചെറുത്തേട്ടൻ. പാടറ എന്തേലുമൊക്കെ എടാ. അതെനിക്ക് മിസ്ലീഡ് ആയിപ്പോ കേട്ടോ. ചേട്ടാ അവിടെ ചിത്രശലത്തെ പടമാണ് വരച്ചത്. കൊള്ളായിരുന്നു ചേട്ടാ. അതും കൊള്ളായിരുന്നു. കൊണ്ടടിക്കുന്ന നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലിക്കിന്റെ ആലോണ്. ഫ്ലിക്കാണ്. നോക്കി ഒന്ന് തലയിട്ടില്ലെങ്കിൽ ഫ്ലിക്ക് അടിച്ചങ്ങ് വിടുക. ചേട്ടാ ഒരു ഫ്ലിക്ക് അടിച്ചേട്ടാ. അടിച്ചടിച്ച് എടാ ഞാൻ കൊറേ നാളായിട്ട് കളിക്കാറില്ല. ഇത് എക്സ്ക്യൂസ് ആണെന്ന് പറയേണ്ടി വരുവോളെ. ഇത് ചേട്ടാ എടുത്തു വെച്ചാ അടിച്ചേട്ടാ. നീ ലൈവിൽ കളിച്ചിട്ട് കൊറേ ആണോ? എനിക്ക് വല്ലാത്തൊരു
പിന്നെ എത്ര കേട്ടോ കേട്ടോ അതൊന്നും വാറിലേക്ക് നമ്മൾ നിന്നു പേടിയില്ലേ? ചന്ദ്രന്റെ എല്ലാം തെറിച്ചു പോയി. ഇപ്പൊ ചന്ദ്രന്റെ അണ്ടി മാത്രമേ ഉള്ളൂ, അതിലടിച്ചാ ചാവും. ഇന്ത്യൻ ടെൻഷൻ ആയില്ലേ ഇങ്ങനെ ടെൻഷൻ ആയടാ. എന്തുവാടാ അതിന്റെ മോളിൽ കയറി നിക്കുന്നേന്? ഏട്ടത് ഇവിടെ മണ്ടക്ക് എന്നെ അടിച്ചത്, ഏറ്റവും മണ്ടക്ക്. വാറ്റണം പോയാ ഞാൻ പോകത്തില്ല. എനിക്ക് അടി കിട്ടിയടാ. ആ ഡ്രീമറെ ഡ്രീമറെ അടിക്കലടാ, അടിക്കല റീലോഡറാ. ഓ അവിടെ ആയിരുന്നാ? അയ്യോ 5-5. ഇനി അടുത്ത 5 സ്കോർ അടിച്ചുകൊണ്ട് ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം. ആരാണ് ഇവിടുത്തെ എക്സലം ദ ഗോഡ് നമുക്ക് കണ്ടറിയാം. ജോക്കി മുന്നേറുന്നു, സ്ട്രീമർ അടിക്കുന്നു, മതി പറഞ്ഞുകൊണ്ട് ഡ്രീമർ അടിക്കുന്നു, വായിൽ അടിച്ചുകൊണ്ട് ജോക്കി 6-5. എടാ ഇതൊന്നും വലിയ കാര്യമല്ല. 4 സ്കോർ അടിച്ച് ജോക്കി ജയിക്കുമ്പോ അത് 5 സ്കോർ അടിച്ച് ഡ്രീമർ തോക്കുമ്പോ നമുക്ക് ജയിക്കുമ്പോ നമുക്ക് കണ്ടറിയാം. സമയം കൊടുക്കാതെ ഡ്രീമറിന്റെ ഒരു ഫ്രീ ഫയർ 6-6. ഇതിൽ ആര് ജയിക്കും? അയ്യോ 6-6 അല്ല 6-6. ജോക്കി ഒന്ന് പതറിയോ എന്നൊന്നും നമുക്ക് കണ്ടറിയാം. പതറിയടാ, പതറി നിൽക്കുക. ഡ്രീമർ ലെഫ്റ്റ് എന്തുവാടാ ഇപ്പുറത്ത് അടിച്ചിട്ട് അപ്പുറം? കളി എടാ നടക്കത്തില്ലടാ മോനെ, എന്നെ കൊണ്ട് പറ്റാൻ തോന്നുന്നില്ലടാ രമണ. മോനെ വീണ്ടും ഒരു ഫ്രീ ഫയറിൽ തല കിട്ടുമോ നോക്കിക്കൊണ്ട് ഡ്രീമർ എടാ എനിക്ക് ലൈവിനകത്ത് കളിക്കാനുണ്ട്. വെറും 2 സ്കോർ അടിച്ചുകൊണ്ട് ഡ്രീമർ ജയിക്കുമ്പോ അത് 4 സ്കോർ അടിച്ചുകൊണ്ട് ജോക്കിയുടെ ഒരു കംബാക്ക് വരുമ്പോ നമുക്ക് അറിയാം. അടിക്കുന്നു രണ്ടുപേരും വിട്ടുപോകുന്നു. 6-9 16. ബെസ്റ്റ് 5 ആക്കിയല്ലോ ഡ്രീമറെ. ഡ്രീമർ ജയിച്ചാൽ കൊണയേറ്റേണ്ടി വരും. ജോക്കി കൊടുക്കരുത്. അപ്പൊ ബൈ. വാക്ക് പാലിക്കണമെന്നാണ്. കുഴപ്പമില്ല, നിങ്ങള് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പുതിയ കീബോർഡ് എന്നെ കിക്ക് ചെയ്താ, ഡിസ്കോഡ് കിക്ക് ചെയ്തല്ലേ? ഓക്കെ ഡിസ്കോഡ് കിക്ക് ചെയ്ത് ഡിസ്കോഡ് കിക്ക് ചെയ്ത് ഇതൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇല്ല ഒരു സ്ക്രിപ്റ്റ് ഇന്നലെ വിളിച്ചാണ്. ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറിയതാണ്. അത് കണ്ടന്റ് ആക്കണം, ക്ലിപ്പ് ആക്കണം. ലൈവ് സമയത്ത് മാക്സിമം ഒഴിഞ്ഞു മാറിയാണ്. ഞാൻ വല്ലപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. നീ എല്ലാ കളിക്കുന്ന ഞാൻ കാണാം. ചേട്ടന്റെ റാങ്ക് റിവീൽ ചെയ്താ? ഞാൻ റാങ്ക് പോലും റിവീൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ കളിച്ചില്ല. പോട്ടെ ഓ ശരി മോനെ, ശരിയാടാ കുട്ടാ. ശരി സ്ക്രിപ്റ്റ് ആട്ടോ, സ്ക്രിപ്റ്റ്. പോയിട്ടോ മോനെ, പോയിട്ടോടാ. എടാ എനിക്ക് എന്തിന്റെ കേടായിരുന്നടാ മറ്റേ ഗെയിം കളിച്ചല്ല, മറ്റേ ഗെയിം ചെയ്ത് നോക്കൂ. ജോക്കിയും കളിക്കുന്ന മറ്റേത് ആർക്കേഡേഴ്സോ അളി, അത് അടിപൊളി ഗെയിം അളിയാ. ഒരു മിനിറ്റടാ കളിക്കുന്നു. ആർക്കേഡേഴ്സിലൊക്കെ ഞാനും പോകും ടീമാടാ. അടിപൊളി ഗെയിം.